ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഒരു സീസണൽ ഷോപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമോ. ഞാൻ വിൻ്ററിന് പറ്റിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഈ വന്ന നൈക്ക ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ബയോഡെർമയുടെ ഫേസ് മോയ്സ്ചറൈസറാണ്. ഒരു കുഞ്ഞിത് എനിക്കിത് ഫ്രീ കിട്ടിയതാട്ടോ ബയോഡെർമയുടെ സൺസ്ക്രീൻ മേടിച്ചപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പെർഫ്യൂം യു ആർ ലവ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂമും പിന്നെ പ്ലമ്മിൻ്റെ ഒരു പാക്ക് ദി ഇൻക്രെഡിബിൾ ട്രയോ എന്ന് പറഞ്ഞിട്ട് ഈ പ്ലമ്മിൻ്റെ എനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ ഒരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ. ഇതിനകത്ത് 3 സാമ്പിൾ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ വന്നിട്ട് ഹവായിൻ റുംബയുടെ ഒരു ഷവർ ജെല്ലാണ്. ഈ ഹവായിൻ റുംബ വേരിയൻറ്റിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റുകയാണെങ്കിൽ നിങ്ങളതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാനില കാരമലോടെ ബോഡി ലോഷൻ, ഇത് അവരുടെ പുതിയ ലോഞ്ചാണെന്നാണ് തോന്നണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോഡി മിസ്റ്റ്, വാനില വൈബ്സിൻ്റെ ഒരു ബോഡി മിസ്റ്റ്. ഇതിൻ്റെ ഫ്ലേവർ നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഈ 3 സാമ്പിളും എനിക്ക് കിട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യു ആർ ലവ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം. ഇത് പണ്ട് എപ്പോഴോ ഞാൻ മേടിച്ചതാണ്, 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂമാണ്. അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ പിന്നെയും മേടിക്കാൻ തോന്നിയതുകൊണ്ട് അന്ന് മേടിച്ചു. അന്നത്തെ പാക്കിങ് നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പാക്കേജിംഗ് ഒക്കെ മാറ്റി. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഈ പെർഫ്യൂം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഷാമ്പൂ ആണ്. എൻ്റെ കുറച്ച് കേളി ആൻഡ് വേവി ഹെയർ ആയതുകൊണ്ട് ഇതിൻ്റെ കുറേ റിവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഐ ക്രീമാണ്. ഞാൻ നേരത്തെ MK5ൻ്റെ ഒരു ഐ ക്രീമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനെപ്പോഴും ഈ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ നേരം ഇരിക്കണമുണ്ട്. IT എംപ്ലോയീസിനൊക്കെ പറ്റിയ ഒരു ഐ ക്രീമാണ് MK5ൻ്റെ. ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ പുതിയ ലോഞ്ചാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അടുത്ത വന്നിട്ട് ഒരു പാരഷൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഇത് ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹെയർ ഓയിലാണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ബയോഡെർമയുടെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറ്റിയിരുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ എന്തായാലും സെയിലല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. വിൻ്ററിന് പറ്റിയ ഒരു സൺസ്ക്രീനാണ്. അടുത്ത വന്നിട്ട് മേബ്ലിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ്. ഇത് ഭയങ്കര ഹൈപ്പ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ പിന്നെയും വാങ്ങിച്ചു. പ്രോഡക്റ്റ് വന്നിട്ട് ലാക്മേ സൺ എക്സ്പേർട്ട് SPF 40+++ൻ്റെ അൾട്രാമാറ്റ് കോമ്പാക്ട് പൗഡറാണ്. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് പിന്നെ റീപർച്ചേസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ബാരിയർ റിപ്പയർ ഫേസ് വാഷാണ്. ഇതെനിക്ക് ഡോട്ട് ആൻഡ് കീ ഐ ക്രീമിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ്. പിന്നെ ലാക്മേ പീച്ച് മിൽക്ക് സോഫ്റ്റ് ക്രീം, ഇതൊരു ഫേസ് മോയ്സ്ചറൈസറാണ്. എൻ്റെ അമ്മയ്ക്കും ബ്രദറിനും വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കളർ ബാറിൻ്റെ ഒരു ലിക്വിഡ് ഐലൈനറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐലൈനറാണ്. ഇതൊരു മാറ്റ് ഫിനിഷാണ് തരുന്നത്. എനിക്ക് ഗ്ലോസി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റ് ഫിനിഷ്ഡ് ഐലൈനറാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് നൈക്ക നാച്ചുറൽസിൻ്റെ 2 ഷാമ്പു വാങ്ങിച്ചു. ആപ്പിൾ സിഡർ വിനിഗർ ആൻഡ് ജിഞ്ചർ, പിന്നെ ഒരു ഒനിയൻ ആൻഡ് ഫെനുഗ്രീക്ക് ഷാമ്പു. ഇത് അവർ പണ്ട് എനിക്കൊരു സാമ്പിൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ബയോഡെർമയുടെ ഒരു മൈസെല്ലാർ വാട്ടറാണ്, മേക്കപ്പ് റിമൂവർ. ഇതെനിക്ക് ഈ സൺസ്ക്രീൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ്. കുറേ സാധനങ്ങളൊക്കെ ഫ്രീ കിട്ടിയിട്ടോ. അടുത്തത് സിമ്പിൾ റിഫ്രഷിങ് ഫേഷ്യൽ വാഷാണ്. ഇത് ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അതുകൊണ്ട് വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഫിക്സ്ഡെർമ ഷാഡോ SPF 30+ ജെൽ സൺസ്ക്രീനാണ്. ഇതുകൊണ്ട് സാമ്പിൾ നോക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. ഇത് പ്ലമ്മിൻ്റെ 5% നിയാസിനമൈഡ് ഫേസ് സിറമാണ്. ഇത് ബിഗിനർ ഫ്രണ്ട്ലിയും കൂടിയാണ്. ഏതായാലും വിൻ്ററൊക്കെ ആയതുകൊണ്ട് നിയാസിനമൈഡ് ഭയങ്കര സ്കിന്നിനെ ഒരു കാമാക്കണ ഒരു ഏജൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇവരുടെ ഞാൻ 10% നിയാസിനമൈഡ് സീറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി സീറമായിരുന്നു. ഇത് ലാക്മേ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ തന്നെയാണ്. ഇത് ഞാൻ 2 വാങ്ങിച്ചു, ഒരെണ്ണം എൻ്റെ ബ്രദറിനും ഒരെണ്ണം അമ്മയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഡി ഹെർബൽസിൻ്റെ ഒരു ലിപ് ബാമാണ്. ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. 75 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റുമോ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ എനിക്ക് 2 days പാക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ളതാണ് ഈ നൈക്ക വാൻഡർലസ്റ്റിൻ്റെ കാലിഫോർണിയൻ ആൽമണ്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ബോഡി ലോഷനാണ്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കേട്ട് ഞാൻ മേടിച്ചതാണ്.
പിന്നെ ഹിമാലയയുടെ ഒരു ചാർക്കോൾ ഫേസ് വാഷും പിന്നെ നൈക്കയുടെ ഒരു ലിപ് ബാമാണ്, ലിപ് ക്രഷ് മാക്കറോൺ ലിപ് ബാമാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഈ പാക്കേജിങ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ നേരത്തെ വാസ്ലിൻ ലിപ് തെറാപ്പിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര അടിപൊളി ലിപ് ബാമാണ്. പക്ഷെ അത് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഒരു വേരിയൻറ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാനിലയുടെയാണ് വാങ്ങിച്ചത്. നല്ലൊരു ക്യൂട്ട് പാക്കേജിംഗ് ആണ്. അപ്പോൾ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നൊരു ലിപ് ബാമാണ്, പക്ഷെ എപ്പോഴും മേടിച്ചിട്ടില്ല. എന്തായാലും വാസ്ലിൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്, കുറേ ഇഷ്ടമായത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നൈക്ക സെയിലിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.